ഹായ്. ഈ ഒരു വീഡിയോ എന്നോട് ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഇത് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോയരുതേ. അതെന്തെങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് പണീൻ്റെ ഒരു വ്ളോഗിന്റെ ചാകരയാണ്. ആ വ്ളോഗുകളെല്ലാം തറപ്പണി മുതൽ സ്റ്റാർട്ടാവും കേട്ടോ. അതായത് ഈ കരിങ്കല്ല് കെട്ടുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ വ്ളോഗിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അവർ വയസ്സായ ആൾക്കാരാണ് അധികം ചെയ്യൽ. ആ ഒരു കാരണം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കണത്. ബെൽറ്റ് വാർത്ത് കഴിഞ്ഞാൽ തുടങ്ങും നമ്മളെ ചെതലിൻ്റെ മരുന്നുകൊണ്ട് വരും. ആ ചെതലിൻ്റെ മരുന്നടി മുതൽ പിന്നെ അങ്ങോട്ട് ഓരോ ഗുണങ്ങളെ പറ്റിയിട്ടുള്ള പറച്ചിലാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തൊരു വീടാണ്. ഇതിന് ഇതേപോലത്തെ 4 ഷോവാൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ കണ്ടന്റ് എന്താ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ഈ വീടിൻ്റെ ഈ ഫ്രണ്ടിൽ ഏകദേശം 50 സെൻറ്റിമീറ്റർ ഷോവാളും 60 സെൻറ്റിമീറ്ററുമാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഈ ഷെയ്ഡിൻ്റെ മുകളിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വെള്ളം, അതായത് നമ്മളെ ഷെയ്ഡിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ വെള്ളം വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി പൈപ്പ് ഇടുന്ന വെച്ചാലും നമ്മൾ മിറ്റെല്ലാം കട്ടെല്ലാം വിരിക്കുന്ന സമയത്ത് അതിൽ വലിയ ഫോഴ്സിൽ വന്നിട്ട് ആ കട്ട വിരിച്ച സ്ഥലത്ത് ചാടും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പ്ലെയിൻ ആയിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാട്ടത്തുമ്പോൾ മൊത്തം ഒലിച്ചിറങ്ങിയും കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ. ഈ ഒരു പൈപ്പ് നിങ്ങൾ കണ്ടില്ലേ? ആ പൈപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ പൈപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ പുറം സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് താഴത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ മുകളിലുള്ള എല്ലാ വെള്ളവും ഒരു ഷെയ്ഡിൻ്റെ മുകളിൽ കൂടി, അതായത് പുറത്തേക്ക് ചാടാത്ത രീതിയിൽ ഇത് എല്ലാം ഏതിലാണ് ഈ വെള്ളം പോണത് എന്നുള്ളത് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ പണിയിൽ കണ്ടന്റ് ഇല്ലായിട്ടാണോ അതോ നമ്മളെ വർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഇതൊന്നും അങ്ങോട്ട് ക്ലിക്ക് ആവലില്ല. ഞാൻ വെറുതെ ഇങ്ങനെ പറയുക ഒരു ഇതായിട്ട് നമ്മളതിലിങ്ങനെ ഷെയർ ചെയ്തിടുന്നില്ലാണ്ട് ഒരു മനുഷ്യന് ഇതൊന്നും ഷെയറും ചെയ്യാറില്ല, ഇതൊന്നും ആരും ഫോളോയും ചെയ്യാറില്ല. നല്ല കാര്യമാണ്. കാരണം ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഈ രീതിയിൽ ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ നിങ്ങൾ ആ കണ്ടില്ലേ, അതായത് ആ ഷെയ്ഡിൻ്റെ മുകളിൽ ഏകദേശം 4 ഇഞ്ചോളം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ ഭിത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു ലീക്കേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അതായത് സൺഷെയ്ഡിൻ്റെ പുറത്ത് 4 ഇഞ്ചിൻ്റെ സൺഷെയ്ഡാണ്, 4 ഇഞ്ചോളം ബീഡിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ തന്നെ. അതിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ചുമരാണിത്. ഈ ചുമരിൽ ഒരു തുള്ളി വെള്ളയിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? എന്നിട്ടാണ് ആൾക്കാർ ഈ തറയുടെ മുകളിൽ വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കല്ല് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ എന്തായി കഴിഞ്ഞാലും കല്ല് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. ചുമര് നനഞ്ഞാൽ കല്ല് വെള്ളം കുടിക്കും, ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഈ ഷോവാൾ കണ്ടില്ല നിങ്ങൾ? ഈ ഷോവാളിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇതിൻ്റെ മുകളിലത്തെ ഫുള്ള് വെള്ളം. ഇപ്പോൾ കണ്ടില്ല, അവിടെ പൈപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചേമ്പർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഇനി അഥവാ വല്ല കരടെന്തെങ്കിലും കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കുടുങ്ങാൻ സാധ്യത